വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തമിഴ് നടൻ വിജയുടെ അവസാന ചിത്രം ജനനായകന് പ്രദർശന അനുമതി നൽകി മദ്രാസ് ഹൈക്കോടതി. എ സർട്ടിഫിക്കറ്റ് അല്ല, UA സർട്ടിഫിക്കറ്റ് തന്നെ നൽകണമെന്ന കോടതിയുടെ നിർദ്ദേശം. കോടതിയിൽ നിന്ന് അനുകൂല വിധി വന്നതോടെ റിലീസ് തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു. ചിത്രത്തിന് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് വൈകുന്നതിനെതിരെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് നൽകിയ ഹർജിയിലാണ് വിധി വന്നത്. നടൻ വിജയുടെ കരിയറിലെ അവസാന ചിത്രമാണ് ജനനായകൻ. അത് ഇന്ന് റിലീസ് ചെയ്യാൻ ഇരുന്നതാണ്. പൊങ്കൽ റിലീസായി ജനുവരി 9, അതായത് ഇന്ന് റിലീസ് ചെയ്യാനിരുന്ന ചിത്രമാണ്. സെൻസർ ബോർഡിന്റെ ചില കട്ടുകളും സർട്ടിഫിക്കറ്റിന്റെയും പ്രശ്നത്തിൽ അനുമതി നൽകാതിരുന്നത്. എന്നാൽ ഇപ്പോൾ തമിഴ് നടൻ വിജയുടെ അവസാന ചിത്രമായ ജനനായകന് പ്രദർശനാനുമതി നൽകിയിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി. A സർട്ടിഫിക്കറ്റ് അല്ല, UA സർട്ടിഫിക്കറ്റ് തന്നെ നൽകണമെന്നതാണ് കോടതിയുടെ നിർദ്ദേശം. കോടതിയിൽ നിന്ന് അനുകൂല വിധി വന്നതോടെ റിലീസ് തീയതി ഉടൻ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് നിർമ്മാതാക്കളും അറിയിച്ചിരിക്കുന്നത്. ഏകദേശം 27 വെട്ടുകൾ സിനിമയ്ക്ക് മുൻപും നൽകിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് സർട്ടിഫിക്കറ്റ് നൽകാൻ എന്തായാലും സെൻസർ ബോർഡ് വൈകിയത്. ഇതിനെതിരെ കോടതിയെ സമീപിച്ചിരുന്നു, ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു KVN പ്രൊഡക്ഷൻസ്. എന്തായാലും തൊട്ടു പിന്നാലെ ഇപ്പോൾ പ്രദർശന അനുമതി നൽകിയിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി. A സർട്ടിഫിക്കറ്റ് അല്ല, UA സർട്ടിഫിക്കറ്റ് തന്നെ നൽകണമെന്നതാണ് കോടതിയുടെയും നിർദ്ദേശം. ഇനി എന്തായാലും റിലീസ് തീയതി ഉടൻ തന്നെ പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണനാണ് ചേരുന്നത്. ഉണ്ണി, എന്തായാലും തമിഴ് നടൻ വിജയുടെ കരിയറിലെ അവസാന ചിത്രമാണ് ജനനായകൻ. അതായത് ഇന്ന് തിയേറ്ററുകളിൽ ചിത്രം ഇറങ്ങേണ്ടതാണ്. ഏറെ വിവാദങ്ങൾക്കും അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വിഷയങ്ങളും സെൻസർ ബോർഡിന്റെ ഇടപെടലും കാരണം സിനിമ ഇറങ്ങിയില്ല. എന്തായാലും ഇപ്പോൾ പ്രദർശന അനുമതി ലഭിച്ചിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ? എപ്പോഴായിരിക്കും പ്രഖ്യാപിക്കുക? സിനിമ ഇനി പുറത്തിറങ്ങുക എന്നൊരു കാര്യത്തിൽ എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ ഉണ്ണി? ജനനായകൻ സിനിമയെ സംബന്ധിച്ച് വളരെ നിർണായകമായൊരു ഉത്തരവാണ് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. സിനിമയ്ക്ക് എത്രയും വേഗം സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാനാണ് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സെൻസർ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ കാലതാമസം നേരിട്ട് ചോദ്യം ചെയ്ത് നിർമ്മാതാക്കളായ KVN സ്റ്റുഡിയോസ് സമർപ്പിച്ച ഹർജിയിലാണ് ഈ നിർണായകമായ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. എന്തായാലും ജനുവരി 7 ഹർജിയിൽ ഇരുവിഭാഗങ്ങളുടെ വാദം കേട്ടിരുന്നു. പിന്നീടാണ് ഉത്തരവ് പറയാൻ വേണ്ടി കേസ് മാറ്റിവെച്ചത്. സിനിമയ്ക്കെതിരെ എക്സാമിംഗ് കമ്മിറ്റി അംഗം തന്നെ പരാതി നൽകിയ നടപടിയെ കോടതി ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ വിമർശിച്ചു. ഇത്തരത്തിലുള്ള പരാതികൾ സ്വീകരിക്കുന്നത് അപകടകരമായ ഒരു പ്രവണതയ്ക്ക് വഴിയൊരുക്കുമെന്നാണ് കോടതി നിരീക്ഷിച്ചത്. കമ്മിറ്റി നിർദ്ദേശങ്ങൾ മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് സ്വാഭാവികമായും ലഭിക്കേണ്ടതാണ് എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം. മാറ്റങ്ങൾ വരുത്തുന്നതിന് വിധേയമായി UA സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് കമ്മിറ്റിക്ക് വേണ്ടി ചെയർപേഴ്സൺ അറിയിച്ചതോടെ സിനിമ വീണ്ടും പരിശോധനയ്ക്കായി അയക്കാനുള്ള അധികാരം ഇല്ലാതായി കഴിഞ്ഞു. അതിനാൽ അതിനുശേഷം ചെയർപേഴ്സൺ നടത്തിയ അധികാര പ്രയോഗം നിയമപരമായ അധികാര പരിധിക്ക് പുറത്താണ് എന്നാണ് കോടതി നിരീക്ഷിച്ച ഒരു കാര്യം. കൂടാതെ ഈ സെൻസർ ബോർഡ് ചെയർപേഴ്സന്റെ ഉത്തരവ് നിയമപരമായ അധികാര പരിധിക്ക് പുറത്തായതിനാൽ കോടതിയുടെ അധികാരം ഉപയോഗിച്ച് ഹർജിക്കാർ ആവശ്യപ്പെട്ട ആശ്വാസ നടപടികളിൽ മാറ്റം വരുത്താൻ സാധിക്കുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജനനായകനെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ നടപടി തന്നെയാണ്. എത്രയും വേഗം സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റ് നൽകണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സിനിമയിലെ ചില ഭാഗങ്ങൾ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തുന്നുവെന്നും അതോടൊപ്പം തന്നെ പ്രതിരോധ സേനയുടെ ചിഹ്നങ്ങൾ അനുചിതമായി ഉപയോഗിച്ചുവെന്നുമാണ് പരാതി ലഭിച്ചിട്ടുണ്ടെന്നാണ് സെൻസർ ബോർഡ് കോടതി അറിയിച്ചത്. എക്സാമിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗം തന്നെയാണ് പരാതി ഉന്നയിച്ചതെന്നും അതിനാൽ സിനിമ റിവൈസിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടുകയായിരുന്നു എന്നാണ് സെൻസർ ബോർഡ് വ്യക്തമാക്കിയ ഒരു കാര്യം. കൂടാതെ ഈ പരിശോധനാ സമിതിയിലെ അംഗം തന്നെ പരാതിക്കാരനാകുന്നത് എങ്ങനെയെന്ന് കോടതി നേരത്തെ ആദ്യം ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ചോദിച്ചിരുന്നു. കൂടാതെ ഈ ഭൂരിഭാഗം അംഗങ്ങളും അംഗീകരിച്ച ഒരു സിനിമ ഒരു വ്യക്തിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തടഞ്ഞു വെക്കുന്നതിലെ യുക്തി എന്താണെന്നും കോടതി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു എന്നതാണ് കാണേണ്ട ഒരു കാര്യം. കൂടാതെ ഈ സെൻസർ ബോർഡ് അല്ലെങ്കിൽ സെൻസർ ബോർഡ് നിർദ്ദേശിച്ച 27 മാറ്റങ്ങൾ വരുത്തിയിട്ടും സർട്ടിഫിക്കറ്റ് നൽകാൻ സെൻസർ ബോർഡ് തയ്യാറായില്ല എന്നാണ് നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചത്. ഏകദേശം 500 കോടിയുടെ നിക്ഷേപം ഈ ചിത്രത്തിനുണ്ട്. കൂടാതെ ജനുവരി 9 നിശ്ചയിച്ചിരുന്ന റിലീസിംഗ് തടസ്സപ്പെടുത്തുന്നത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു നേരത്തെ നിർമ്മാതാക്കൾ കോടതിയെ അറിയിച്ചിരുന്നത്. പ്രകാരം ഇന്നായിരുന്നു ഈ സിനിമ റിലീസിനായി ഇരുന്നത്. ആരാധകരെല്ലാം തന്നെ വലിയ പ്രതീക്ഷകളെല്ലാം തന്നെ ആയിരുന്നു. പക്ഷേ
അവസാന ഘട്ടത്തിൽ റിലീസിംഗ് മാറ്റിവെക്കുന്നുവെന്ന് നിർമ്മാതാക്കൾ അറിയിക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് കോടതി ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ അനുകൂലമായ വിധിയിലേക്ക് തന്നെ വരുന്നു എന്നതാണ് കാണേണ്ട ഒരു കാര്യം. എത്രയും വേഗം US സർട്ടിഫിക്കറ്റ് നൽകാനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ജനനായകനെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ ഒരു വാർത്ത, വിജയുടെ അവസാന ചിത്രമെന്നാണ് ഈ സിനിമയെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും രാഷ്ട്രീയ രംഗത്തേക്ക് വിജയ് വന്നതിന് ശേഷമുള്ള ഒരു സിനിമ എന്ന രീതിയിൽ തന്നെയാണ് ജനനായകനെ കാണുന്നത്. അത് ആരാധകർക്ക് വലിയ ആവേശമെല്ലാം തന്നെ ഉണ്ടാക്കുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും കേരളമടക്കം തമിഴ്നാട്, കേരളമടക്കം സംസ്ഥാനങ്ങളിലെ ആരാധകരെല്ലാം തന്നെ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമ തന്നെയാണ് ജനനായകൻ. അതിൻ്റെ റിലീസിംഗ് തീയതി മാറ്റിയത് ആരാധകർക്കിടയിൽ വലിയ വിഷമം ഉണ്ടാക്കിയെന്നതൊക്കെയാണ് രീതിയിലുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ നേരത്തെ വന്നിരുന്നു. എന്തായാലും ഇന്ന് മദ്രാസ് ഹൈക്കോടതി സിനിമയ്ക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. എത്രയും വേഗം US സർട്ടിഫിക്കറ്റ് നൽകാനാണ് സെൻസർ ബോർഡിനോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുപ്രകാരം പുതിയ റിലീസിംഗ് തീയതി ഉടനെ പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുതന്നെയാണ് ഉണ്ണി. എന്തായാലും തമിഴ് നടൻ വിജയുടെ കരിയറിലെ അവസാന ചിത്രമായ ജനനായകന് പ്രദർശനാനുമതി നൽകി മദ്രാസ് ഹൈക്കോടതി. സർട്ടിഫിക്കറ്റ് അല്ല, US സർട്ടിഫിക്കറ്റ് തന്നെ നൽകണമെന്ന് തന്നെയാണ് കോടതിയും നിർദ്ദേശിച്ചിരിക്കുന്നത്. കോടതിയിൽ നിന്ന് അനുകൂല വിധി വന്നതോടെ റിലീസ് തീയതി ഉടൻ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് നിർമ്മാതാക്കളും അറിയിച്ചിരിക്കുന്നത്. ചിത്രത്തിന് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് വൈകുന്നതിനെതിരെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് നൽകിയ ഹർജിയിലാണ് വിധി എന്തായാലും വന്നിരിക്കുന്നത്. എന്തായാലും ചിത്രത്തിനിപ്പോൾ പ്രദർശന അനുമതി നൽകിയതിനാൽ അധികം വൈകാതെ തന്നെ എന്തായാലും ചിത്രം ഇനി തിയേറ്ററുകളിലേക്ക് എത്താനുള്ള നടപടികളെല്ലാം പ്രൊഡക്ഷൻ നിർമ്മാതാക്കൾ അല്ലെങ്കിൽ KVN പ്രൊഡക്ഷൻസ് എന്തായാലും തീയതി ഉടനെ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത് KC ഉണ്ണികൃഷ്ണനാണ്.